നമ്മുടെ ദശാവതാര കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിൽ വന്ന ഭഗവാൻ കൃഷ്ണന്റെ കഥ ആർദ്രതയുള്ള സൗന്ദര്യാത്മകമായിരിക്കുന്ന പ്രകൃതിയോടും മനുഷ്യരോടും ഒത്തുചേരുന്ന നല്ല മനസ്സു സൃഷ്ടിക്കുവാനുള്ള കഥയാണ് അവസാനത്തെ കൃഷ്ണകഥ. അറിയുമോ? മറ്റവതാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃഷ്ണാവതാരത്തിന്റെ പ്രത്യേകത. ദശാവതാരങ്ങൾ എന്താ? ജീവന്റെ ഉൽപ്പത്തിയും വികാസവും തന്നെയാണ്. ജീവന്റെ ഉൽപ്പത്തിയും വികാസവും. ആദ്യം ജീവൻ ഉണ്ടായത് എവിടെയാണ്? വെള്ളത്തിലല്ലേ. ഒന്നാമത്തെ അവതാരം ഏതാ? മത്സ്യമല്ലേ. ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ട്. പഴയ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അതിലൊരു പാട്ടുണ്ട്, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മാസ്മി പാടി കണ്ണാലില കണ്ണ പാലാഴി തീരയിലൊഴുകും ആലില കണ്ണ ഞാനൊരു കന്നിമുക്കുവ പെണ്ണ് എന്റെ തോണിയിലെ പൊന്നു വേണോ പൊന്ന് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിലൊരു അനുപല്ലവി അറിയാമോ? നീ പണ്ടൊരു പൂത്തിമിംഗിലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്നു നീരാഴി. മത്സ്യാവതാര. വെള്ളത്തിൽ നിന്ന് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉഭയജീവി ഉണ്ടാകുന്നു. രണ്ടാമത്തെ അവതാരം എന്താ? കൂർമ്മം. പിന്നീട് കാട്ടിലേക്ക് കയറിയിട്ട് ഒരു വന്യജീവിയായി മാറുന്നു. വരാഹം. പിന്നീട് മരത്തിലേക്ക് കയറിയിട്ട് മുഖം സിംഹവും ഉടല് നരനുമായ ഒരു ജീവിയാകുന്നു. നരസിംഹം. പിന്നീട് ആ നരസിംഹത്തിന്റെ വാല് പോയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് പ്രകൃതിയിൽ നിന്നുള്ള ഒരു വസ്തുക്കൾ കൊണ്ട് ആദ്യത്തെ ഉപകരണം ഉണ്ടാക്കുന്നു. പ്രകൃതിയിലെ വസ്തുക്കളെ കൊണ്ട് ഉപകരണം ഉണ്ടാക്കി മനുഷ്യൻ ആദ്യം ഉണ്ടാക്കിയ ഉപകരണം എന്താ? സഞ്ചരിക്കുന്ന മേൽക്കൂര. സഞ്ചരിക്കുന്ന മേൽക്കൂര. നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മുടെ കൂടെ വരുന്ന മേൽക്കൂര ഏതാ? കൊട. ഓലക്കൊട. വാമനൻ. ആ കാലത്താവുമ്പോഴേക്ക് എണ്ണാൻ, വിദ്യാഭ്യാസത്തിൽ എണ്ണാൻ ആരംഭിക്കുന്നു. 3 അടി അളന്നു, അളവ് തൂക്കം ആരംഭിച്ചു. മനുഷ്യൻ വരുന്നതിന് മുമ്പ് മഴവില്ലിന് 7 നിറമുണ്ടെന്ന് ആരും പുണ്യോ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് ആരും തിരിച്ചറിഞ്ഞോ? പ്രകൃതിക്കറിയണ 7 നിറം ഉണ്ടാക്കുന്നു. 7ന് ഭയങ്കര പ്രാധാന്യമുണ്ട്. 7 നിറം ഉണ്ടാക്കുന്നു. ഒരു ആൽമരത്തിന് ഓരോ ഞെട്ടിലും 7 ഇലകൾ ഉണ്ടാക്കുന്നു. അല്ലേ? അതല്ലേ 7 ഇലപ്പാല. അത് തിരിച്ചറിഞ്ഞത് മനുഷ്യൻ വന്നതിന് ശേഷമാണ്. 7 ഇലം പാല പുത്തു പൂമരങ്ങൾ കൂട പിടിച്ചു എന്ന് പാട്ട് പറയും. 7. ഇത് സപ്താഹമാണ്. ഇന്ന് സപ്തംബറുമാണ്. സപ്തത്തിന്റെ പ്രത്യേകത അറിയാമോ? ഇംഗ്ലീഷിലെ മാസത്തിന് പേരുണ്ട്. സപ്തം എന്ന പേര് അറിയാമോ? ഇംഗ്ലീഷ് മാസങ്ങൾക്ക് സംസ്കൃത പേരുള്ള അറിയോ നിങ്ങൾ? സപ്തം, സപ്തം. അഷ്ടം, അക്ടോബർ. നവം, നവംബർ. ദശം, ഡിസംബർ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സെപ്റ്റംബർ 7-ാം മാസമല്ല, 9-ാം മാസം. അഷ്ടം ഒക്ടോബർ 10-ാം മാസം. നവം 9 11-ാം മാസം. ദശം 12-ാം മാസം. 10 ആര് പറഞ്ഞു? കരക്റ്റ്. ഇംഗ്ലീഷ് കലണ്ടറിൽ 10 മാസം ഉണ്ടായിരുന്നുള്ളൂ പണ്ട്, സുമേറിയ കലണ്ടറിൽ. പിന്നെ ചന്ദ്രൻ 12 മാസം ചുറ്റുന്നത് കൊണ്ട് 12 മാസമാക്കി ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാക്കുമ്പോ പിന്നെ ചേർത്ത് 2 മാസം ചേർത്തിട്ട് 12 മാസമാക്കിയതാണ്. അപ്പൊ ചേർക്കേണ്ടത് ഏത് മാസം? എന്താ പേര് കൊടുക്കുക? പുതിയ മാസത്തിന് പേര് വേണ്ടേ? മറ്റു മാസത്തിന്റെ എല്ലാം പേരിന് ഓരോ ദേവതയുടെ പേരാ. ജാനസ് ദേവതയാണ് ജനുവരി, ഗോഡ് ഓഫ് എൻട്രൻസ്. ഫെബ്രുവരി, ഏപ്രിലൈറ്റ് എന്ന് ഓരോ ദേവതയുടെ പേരാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അതിനെല്ലാം ഓരോ ദേവതക്ക് ഓരോ അർത്ഥമുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ പുതിയ 2 മാസം വേണം. അപ്പോ അന്നത്തെ രാജാവ് പറഞ്ഞു, എന്നോട് ചോദിച്ചു ഏതാ എന്താ പേര് കണ്ട്. രാജാവ് പറഞ്ഞു എന്റെ പേരിട്ടോ പുതിയ മാസത്തിന്. രാജാവിന്റെ പേര് ജൂലിയസ് സീസർ. അങ്ങനെയാ ജൂലൈ വന്നത്. ഇനി 1 മാസത്തിന് കൂടി പേരിടണ്ടേ? അതെന്താ? അപ്പൊ രാജാവ് പറഞ്ഞു അടുത്ത രാജാവ് എന്റെ മരുവൻ അഗസ്റ്റ് സീസർ. അത് ആഗസ്റ്റ്. ജൂലൈ, ആഗസ്റ്റ് പിന്നെ വന്നതാ. അതിനു മുമ്പ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 6. ജൂലൈ, ആഗസ്റ്റ് ഇല്ല. 7-ാം മാസം സെപ്റ്റംബർ, 8-ാം മാസം ഒക്ടോബർ, 9-ാം മാസം നവംബർ, 10-ാം മാസം ഡിസംബർ. പിടികിട്ടിയ
തമാശ കളിയിൽ തോന്നും. അപ്പോ ആ 7 ഇലകളെ എണ്ണാൻ തുടങ്ങിയത് മനുഷ്യനാണ്. കാലത്തെ ഗണിച്ചത് മനുഷ്യനാണ്. മണിക്കൂറുകളും നാഴികകളും വിനാഴികകളും യാമങ്ങളും ഉണ്ടാക്കിയത് മനുഷ്യനാണ്. ഭൂമി കളവുണ്ടാക്കിയത് മനുഷ്യനാണ്. അതാണ് 3 അടി അളന്ന കാലഘട്ടം. അതാണ് വാമനന്റെ കാലഘട്ടം. മനസ്സിലായോ? അടുത്തതാണ് ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്ക് മനുഷ്യൻ മാറുന്നു. ഭൂമി തുരന്നിട്ട് ഇരുമ്പയിൽ മുക്കിയെടുത്ത് അതുരുക്കി മൂശയിൽ ഒഴിച്ച് ഇരുമ്പിന്റെ ഒരു പത്തിയും മരത്തിന്റെ ഒരു തള്ളയും ഇട്ട് ചുമലിൽ വെച്ചിട്ട് ഒരാൾ വന്നോ. നേരത്തെ പാടിയ പാട്ടിന്റെ അടുത്ത ചരണം എന്താ? നീ പണ്ടൊരു മുനി കുമാരനായി, അന്ന് നിന്റെ വെൺമഴു പറന്നു വീണു നീരായി. പരശുരാമൻ. പരശുരാമന് ശേഷമാണ് മനുഷ്യന്റെ ആന്തരികമായ ധാർമ്മികതയുടെ ആരംഭം. ആ ധാർമ്മികത മാനവൻ എന്ന നിലയിൽ മനുഷ്യൻ മാറുന്നത് ശ്രീരാമന്റെ കാലഘട്ടത്തോടുകൂടിയാണ്. എന്താണ് ശ്രീരാമന്റെ കഥയുടെ, രാമായണത്തിന്റെ പ്രസക്തി? രാമായണത്തിന്റെ പ്രസക്തി മനുഷ്യനും തമ്മിലുള്ള കുടുംബ ജീവിതത്തിന്റെയും രാഷ്ട്ര ജീവിതത്തിന്റെയും മര്യാദാ പുരുഷോത്തമൻ. മനുഷ്യനെ മര്യാദാ പുരുഷോത്തമൻ. രാമനല്ല മര്യാദാ പുരുഷോത്തമൻ. മനുഷ്യനാണെങ്കിൽ മര്യാദ ഉള്ളവനായിരിക്കണം. ഇല്ല പുരുഷോത്തമനല്ല. മനുഷ്യരെ മുഴുവൻ മര്യാദാ പുരുഷോത്തമനാക്കുന്നു. എന്ത് മര്യാദയാ? രാമൻ വരുന്നതിന് മുമ്പ് രാജാക്കന്മാർക്ക് അത്ര ഭാര്യയാകാം, പെണ്ണിന് അത്ര ഭർത്താവാകാം എന്നൊന്നും ഒരു നിയമവും വ്യവസ്ഥയില്ല. ദശരഥൻ എത്തുമ്പോഴേക്കും 3 ആയി ചുരുങ്ങി. കൗസല്യ, കൈകേയി, സുമിത്ര. രാമനിലെത്തുമ്പോൾ പാണിഗ്രഹം ചെയ്തിരിക്കുന്ന ഒരു ഭാര്യ. എന്റെ ഹൃദയം അവളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. പിന്നെ ഹൃദയം പറിച്ചെടുക്കാൻ പറ്റില്ല. ഹൃദയം കുളിച്ചു മറിച്ച് ആ ചത്തുപോകുന്നതുകൊണ്ട് ഹൃദയത്തിന് പൊന്നുപോലത്തെ ഹൃദയമാക്കിയിട്ട് താലി കെട്ടുന്നു. താലിയും ഹൃദയത്തിന്റെ ഷേപ്പിലാ. പിന്നീട് കവികൾ എന്നൊക്കെ പാട്ട് കേട്ടിട്ട് നമ്മൾ വെച്ച് താലി ആലിലയല്ല, ഹൃദയമാണ്. ഭർത്താവിന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കല താലി കെട്ടൽ. അത് ഫെവിക്കോളോട് ഒട്ടാത്തത് കൊണ്ടാ നൂലുമ കെട്ടി കറുത്ത് കെട്ടുന്നു. ഇതിന്റെ അർത്ഥറിയാത്ത ചില പൊട്ടന്മാർ വലിയ മാല വാങ്ങിയിട്ട് താലി കോക്കും. എന്നിട്ട് തന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തുമല്ല ഉദരത്തുമല്ല വെച്ചിട്ടുണ്ട്. പൊട്ടന്മാർ വീട്ടിൽ പോയി കണ്ണാടി നോക്കുക. താലി എവിടെയാ നിൽക്കേണ്ട? ഹൃദയത്തിന്റെ നേരെയാണ്. ആ പാണിഗ്രഹണം ചെയ്തിരിക്കുന്ന മനുഷ്യന് കൈകൾക്ക് ഇങ്ങനെ വിടർത്തി തന്നത് എന്തിനാണെന്നറിയോ? ഇങ്ങനെ വിടർത്തി തന്നത് കൈകൾ കോർത്തു പിടിക്കാൻ, പാണിഗ്രഹണം ചെയ്യാൻ, ചേർത്ത് പിടിക്കാൻ. അങ്ങനെ പാണിഗ്രഹണം ചെയ്ത ഭാര്യയെ 10 തലയുള്ളവൻ മോട്ടിച്ച് കടൽ കടത്തി കൊണ്ടുപോയാൽ എന്തു ചെയ്യും? എങ്ങോട്ട് കൊണ്ടുപോയി എന്ന് അറിയാൻ അന്ന് ഫോൺ സംവിധാനം ഒരു സംവിധാനം ഇല്ലല്ലോ. അതുകൊണ്ട് വിട്ടേക്ക്. വേറെ എത്ര ഭാര്യയെ കിട്ടില്ല. രാമൻ സുന്ദര കളയകരനാണ്, രാജാവാണ്. ഒന്നും മാട്രിമോണിയിൽ കൊടുത്തിട്ടുണ്ട്. 1000കണക്കിന് പ്രപ്പോസലുകളില്ലേ. എന്നിട്ട് രാമൻ നോക്കിയോ? ആര് കൊണ്ടുപോയാലും കടൽ കടന്ന് 10 തലയനെ കൊന്നിട്ടും തിരിച്ചു കൊണ്ടുവരും. അതാണ് ഭാര്യാഭർത്തൃബന്ധം. ഈ രാമായണം വായിച്ചാൽ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തെറ്റിയിട്ട് ഞാനിങ്ങനെ പോന്നാ പിറ്റേന്ന് ഡൈവോഴ്സ് അയക്കുന്ന ഒരു കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഒരു പുരുഷന്റെ ശിവനെ പ്രാർത്ഥിക്കുന്ന ഈ നാട്ടിൽ പെൺകുട്ടികൾ എനിക്ക് കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. നരനാരി സംഗമത്തിന്റെ അർദ്ധനാരീശ്വര സങ്കല്പത്തിന്റെ മൂല്യം നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. ഈ ശിവക്ഷേത്രത്തിന്റെ പ്രാധാന്യം എന്താ? അർദ്ധനാരീശ്വര സങ്കല്പം എന്താ? ഒരു പുരുഷനിൽ ഒരു സ്ത്രീയുമുണ്ട്, ഒരു സ്ത്രീയിൽ ഒരു പുരുഷനുമുണ്ട്. അതിനെ കൂടിച്ചേരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമാവൂ. ഇപ്പൊ അറിയോ നിങ്ങൾ? ഇപ്പൊ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട. എന്തിനു വേറെ വീട്ടിൽ അവിടെ പോയിട്ട് നരകിക്കുന്ന ഇതാണ് വിചാരം. അതൊന്നുമല്ല. മനുഷ്യനും തമ്മിലുള്ള പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ, ജീവിതത്തിൽ പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ വിവാഹം വേണം. ആ വിവാഹം എന്ന് പറയുന്ന ബന്ധം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി അവനും അവന് വേണ്ടി അവളും ത്യാഗം അനുഭവിക്കുന്നതാണ് വിവാഹം. അല്ലാതെ സുഖിപ്പിക്കലല്ല, കെയറിങ് അല്ല വിവാഹം. ത്യാഗമാണ് വിവാഹം. ത്യാഗമില്ലെങ്കിൽ മനുഷ്യ ജീവിതമില്ല. ഭോഗമല്ല മനുഷ്യ ജീവിതം. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ എന്ത് എടുത്തു എന്നതല്ല, നിങ്ങൾ എന്ത് കൊടുത്തു എന്നാണ് ചോദ്യം. 75 വയസ്സിനിടയിൽ ഈ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന ഒരാളെ അനുശോചന യോഗത്തിൽ 75 വയസ്സിനിടയിൽ ഈ മനുഷ്യൻ 125 കിൻഡൽ അരിയുടെ ചോറ് തിന്നും ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? ഒരു മലയാളി നിന്ന് തന്നെ കണക്കാ.
നിങ്ങൾ വീട്ടിൽ പോയി കണക്കൂട്ടി ഒരു ദിവസം എത്ര ഗ്രാം അരി വേണം, എന്നിട്ട് 365 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിനെ 75 ഗുണിക്ക് കുടിച്ചു കേട്ട 125 കിൻഡൽ അരി ഒരു മലയാളി 75 വയസ്സിൽ 125 കിലോ അല്ല കേട്ടോ, 125 കിൻഡൽ എന്ന് പറഞ്ഞാൽ 50 കിലോന്റെ ചാക്കാണ് 250 ചാക്ക് തിന്നിട്ടാണ് അധ്യക്ഷതയിൽ ഇരിക്കുന്നത്. മനസ്സിലായോ? ഇതിന്റെ കണക്ക് ആരും പറയാറില്ല. പക്ഷേ അന്ന് വെള്ളപ്പൊക്കം വന്നപ്പോ ആ സ്കൂളില് ദുരിതാശ്വാസ ക്യാമ്പില് അദ്ദേഹം 5 ചാക്ക് അരി എത്തിച്ചു കൊടുത്ത മനുഷ്യനാ. കൊടുത്തത് പറയും, എടുത്തത് പറയാറില്ല. തേന തിക്തേന ഭുഞ്ജീത ഈശാവാസ്യം ഇതം സർവം എന്ന ശ്ലോകത്തിന്റെ 4ാമത്തെ വരിയാണ് തേന തിക്തേന ഭുഞ്ജീത. നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക, കൊടുത്തിട്ട് തിന്നുക. അവിടെയാണ് മാനവികത. മനുഷ്യനെ സ്നേഹിക്കലാണ് മാധവ സേവ. ഭഗവാൻ തന്നെ പറഞ്ഞില്ലേ, ഭഗവത്ഗീതയിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. അർത്ഥറിയോ? യജ്ഞശിഷ്ടം ഭുജിക്കുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. യജ്ഞശിഷ്ടം ഹോമം നടത്തിയതിന്റെ ബാക്കി അംശം കുന്നല അല്ല. അടുത്ത വരിയുടെ അർത്ഥം പറഞ്ഞാലാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാവുക. ഭുഞ്ജതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാ. മനസ്സിലായോ? അപ്പൊ കൊടുത്തതിന്റെ ബാക്കി ഉണ്ണണം. എന്റെ നാട്ടിലുള്ള പഴമക്കാര് ഭക്ഷണം കൊടുത്താൽ ഒന്ന് നുള്ളിച്ചത്. നമ്മളെല്ലാം പറഞ്ഞ് പൊടികൂട്ടുന്നതിനാണ് നല്ല ഒരു ഉറുമ്പിനെ കൊടുക്കണം. നിങ്ങൾ വീട് വെക്കുമ്പോൾ ആ വീട് നിൽക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന പാമ്പുകൾ ഉണ്ടായിരുന്നില്ലേ? ഉറുമ്പുകളും ചെവലുകളും അരണകളും ഓന്തുകളും പഴുതാരകളും ഉണ്ടായിരുന്നില്ലേ? അവർക്കും കൂടി അവകാശപ്പെട്ട ആ ഭൂമിയിൽ ഞാൻ സ്വന്തമാക്കുമ്പോ ആ ഭൂമിയിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവലും മലരും കൽക്കണ്ടവും മുന്തിരിയും കരിമ്പുമെല്ലാം അവർക്ക് വെച്ചു കൊടുത്തിട്ട് അവരോട് അനുവാദം വാങ്ങല ഭൂമി പൂജ. അവരോട് അനുവാദം വാങ്ങിയിട്ടാ കുറ്റിയടിക്കുക. എന്നാ ദുഷ്ടനായ മനുഷ്യൻ അത് അവർക്ക് കൊടുക്കുന്നതിന് പകരം കുറ്റിയടിച്ചു കഴിഞ്ഞാൽ അത് മുറത്തിൽ വാങ്ങിയിട്ട് നമ്മൾ തന്നെ കൊടുക്കുന്നു. മനസ്സിലായോ? അത് അവർക്ക് കൊടുക്കണം. തമിഴ്നാട്ടുകാരുടെ പ്രത്യേകത, വീടെടുത്തു കഴിഞ്ഞാൽ ഡെയിലി കോമ്പൻസേഷൻ കൊടുക്കും. അവര് അരിപ്പൊടികൾ കൊണ്ട് കോലം വരച്ചു കൊടുക്കുന്നത് അവിടെ താമസിക്കുന്ന ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കല. എന്നാൽ ഇത് ദിവസവും അരിപ്പൊടി കൊണ്ട് വരക്കാൻ പറ്റാതിട്ട് ഇത് അർത്ഥറിയാത്ത ചില വിട്ടികള് പെയിന്റ് കൊണ്ട് വരച്ചു വെക്കും കോലം. ഇത് കോലല്ല പ്രധാന, അരിപ്പൊടിയാ. കൊടുക്കണം. മനസ്സിലായോ? ത്യാഗമാണ് മനുഷ്യജീവിതം. അപ്പോ ഭാര്യാഭർത്തൃ ബന്ധം പരസ്പരം സഹിച്ച് ത്യാഗം അനുഭവിച്ചു പോക്കാൻ. അങ്ങനെയുള്ള ഭാര്യയെ കൊണ്ടുവരാൻ കടൽ കടന്നു പോകുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ മൂല്യമാണ് രാമായണം പഠിപ്പിക്കുന്ന 1ാം പാഠം. ആ സീതയെ അന്വേഷിച്ചുള്ള രാമന്റെ അയനമാണ് രാമായണം. അല്ലേ? അയനം എന്ന് പറഞ്ഞ യാത്രയാണ്. 2ാമത്തെ ബന്ധം അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അറിയോ? ദശരഥൻ രാമനെ അഭിഷേകം നടത്താൻ തീരുമാനിച്ച ദിവസം രാത്രിക്ക് രാത്രി ഒരു കൊട്ടാര വിപ്ലവം നടന്നല്ലോ. പണ്ട് എവിടെയോ പോകുമ്പോ കയ്യേക്ക് എന്തോ 2 വരം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. യുദ്ധത്തിൽ ചക്ര ഊരിപ്പിച്ച് ആണി ഊരിപ്പോയിട്ട് ബെർലാട വെച്ചതിന് പേടി കയ്യേ പറഞ്ഞ് തൽക്കാലം അത് അക്കൗണ്ടിൽ ഇട്ട് ഇപ്പൊ വേണ്ട, പിന്നെ എടുത്തോളാം. രാമനെ അഭിഷേകം നടത്താൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസം കയ്യേ ചെക്ക് എഴുതി കൊടുത്തു. അതിന്റെ അക്കൗണ്ടില് പലിശയ്ക്ക് പലിശയും കൂട്ടുപലിശയും എല്ലാം വേണം. ഭരതനെ രാജാവാക്കണം, രാമനെ കാട്ടിലേക്കണം. എന്താ പറയുന്നത്? ഭാര്യയ്ക്ക് എന്തെങ്കിലും കൊടുക്കണോ തീരുമാനിച്ചാൽ പിന്നേക്ക് വെക്കേണ്ട, അപ്പൊ തന്നെ കൊടുക്കണം, പിന്നേക്ക് വെച്ചോ. ഈ വിവരം അറിഞ്ഞ ഉടനെ ദശരഥൻ ബോധരഹിതനായി. ബോധം തിരിച്ചു വന്നപ്പോ ദശരഥൻ പരിചാരകന്മാരോട് പറഞ്ഞു, എന്നെ രാമന്റെ കൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ടുപോകാൻ. രാമന്റെ കൊട്ടാരത്തിലെത്തിയിട്ട് ദശരഥൻ പറയാ, രാമ സത്യവ്രതനാണ് ദശരഥൻ. സത്യം, അതാണ് സത്യത്തോടുള്ള ആ ഒരു നിഷ്ഠ. അതാണ് രാമായണത്തിന്റെ കാര്യം. എനിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചേ മതിയാവൂ, പക്ഷേ നിന്നെ കാട്ടിലേക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ അച്ഛനും കൂടിയാണ്. അതുകൊണ്ട് നിനക്കൊരു കാര്യം ചെയ്യാം, അഭിഷേകം കൃത്യമായി നടത്താൻ ഒരു സൂത്രം പറഞ്ഞായിരുന്നു. നീ എന്നെ പിടിച്ച് കാരാഗൃഹത്തിൽ എടുക്കുക. രാജാക്കന്മാർക്ക് ആയുധബലം പ്രധാനമല്ലോ, ക്ഷത്രിയന്മാർ. എന്നിട്ട് നീ അഭിഷേകം നടത്തുക. എനിക്ക് കൈകേയിയോട് പറയാലോ, ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ കാരാഗൃഹത്തിലായി പോയില്ലേ എന്ന് പറയാലോ. അപ്പൊ രാമൻ
അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ 3 തരം മക്കളുണ്ട്, ശ്രദ്ധിച്ചോളെ, നാളെ പോയിട്ട് വീട്ടിൽ മക്കളോട് പറയേണ്ട കാര്യം. 3 തരം മക്കളുണ്ട്. താതകാര്യമനാജ്ഞപ്തമാകിലും മോദേന ചെയ്യുന്ന പുരുഷനുത്തമൻ. അച്ഛന്റെ മനസ്സിലുള്ള കാര്യം അനാജ്ഞപ്തം, അച്ഛൻ ആജ്ഞാപിക്കാതെ പറയാതെ തന്നെ തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ അത് കർമ്മം അനുഷ്ഠിക്കുന്ന മകൻ ഉത്തമനായിരുന്നു. 2, താതൻ നിയോഗത്താൽ ചെയ്തടങ്ങുന്നവൻ മധ്യമപുത്രൻ എന്നറിഞ്ഞാൽ. അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമനാണ്, മധ്യമപുത്രൻ. 3, താതൻ നിയോഗിക്കലും ഇക്കാര്യമെന്നാലെ കർത്തവ്യമല്ലെന്ന് വച്ചടങ്ങുന്നവൻ. അച്ഛൻ പറഞ്ഞിട്ടും എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് നിഷേധിക്കുന്നവൻ ആരായിരിക്കും? പറയാതെ ചെയ്യുന്നവൻ ഉത്തമൻ, പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ, പറഞ്ഞിട്ടും ചെയ്യാത്തവൻ ആരായിരിക്കും? അധമൻ. അല്ലേ? അല്ല, രാമായണം പറയുന്നത് അധമൻ എന്നല്ല. പിത്രോർമലമെന്നു ചൊല്ലുന്ന സത്തുക്കൾ അത് പിതാവിന്റെ മകനല്ല, മലമാണെന്നാ പറയുന്നത്. അച്ഛൻ പറഞ്ഞത് കേൾക്കാത്തവൻ മകനല്ല, മലമാണ്. ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ മരം ഉണ്ടോന്ന് വെച്ചു മനസ്സിലായി? മക്കളോട് പറഞ്ഞാൽ നീ എഴുതിപ്പെട്ടു, മനസ്സിലായി? അതിലും നല്ല ഒരു വ്യാഖ്യാനം അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തിന് പറയും. ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധം നോക്കൂ. രാമനോടല്ലേ കാട്ടിൽ പോവാൻ പറഞ്ഞിട്ടു? ലക്ഷ്മണൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ടും സ്വയം സന്നദ്ധനായി ലക്ഷ്മണൻ പോകുന്നു. ലോകത്തിലെ ആദ്യത്തെ വളണ്ടിയറാണ് ലക്ഷ്മണൻ. മറ്റാരും നിയോഗിക്കാതെ സ്വയം സന്നദ്ധനായിട്ട് പോകുന്നു ലക്ഷ്മണൻ. ആ ലക്ഷ്മണന്റെ സാന്നിധ്യമാണ് രാമനും സീതയ്ക്കും കാടൊരു വൃന്ദാവനമായത്. അല്ലെങ്കിൽ നരകതുല്യമായിരുന്നു. ലക്ഷ്മണൻ കൂടെയുള്ളത് കൊണ്ടാണ് സീതയ്ക്കും രാമനും ആകെ കാട് മാത്രമായിരുന്നു ഒരു സ്വസ്ഥത കിട്ടിയത്. കൊട്ടാരത്തിലെത്തുമ്പോ പാരയായിരുന്നു. കാട്ടിലാണവർ കാനനത്തിൽ ശരത്കാല ചാരുഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടിയോടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ച ആളെന്നു കണ്ടും ഒരു പൂമ്പാറ്റ പോലവൾ. അങ്ങനെ സീതയ്ക്ക് ജീവിക്കാൻ പറ്റിയത് ലക്ഷ്മണൻ കാവലുള്ളത് കൊണ്ടാണ്. ആ ലക്ഷ്മണനും അമ്മയും തമ്മിലുള്ള ബന്ധം നോക്കൂ. മകനും അമ്മയും തമ്മിൽ. ലക്ഷ്മണൻ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ കാട്ടിലേക്ക് പോകുമ്പോൾ ചെല്ലുക. അപ്പൊ ചെല്ലുമ്പോ ഭർത്താവിന്റെ മറ്റൊരു മകന്റെ കൂടെ കാട്ടിൽ പോവാൻ പുറപ്പെട്ട മോനോട്, സ്വന്തം മോനല്ല മറ്റേത്, രാമൻ ഭർത്താവിന്റെ മോനാണ്. ഇന്നാണെങ്കിൽ 2ാം ഭാര്യ എന്തായിരിക്കും പറയാ? നീ വേണ്ടാത്തതിന് മെനക്കെടണ്ട, ഓൻ പോകുന്നുണ്ട് പോയിക്കോട്ടെ, നിന്നോട് പോകാന്ന് പറഞ്ഞില്ല, നീ നിന്റെ കാര്യം നോക്കി ഇവിടെ എന്ന് പറയില്ലേ ഏതൊരമ്മയും? എന്നാ സുമിത്ര എന്താ പറഞ്ഞേ? സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞതാണ് രാമായണത്തിലെ ഉത്തമ ശ്ലോകം. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളോട് വിക്രമാദിത്യൻ ചോദിച്ച ചോദ്യമാണ് രാമായണത്തിലെ ഉത്തമ ശ്ലോകം ഏത്? പറയിവറ്റ മന്ദിരകുലത്തിന്റെ പിതാവായ വരരുചി പറഞ്ഞു, ഈ ശ്ലോകമാണ് രാമായണത്തിലെ ഉത്തമ ശ്ലോകം. സുമിത്ര രാമനോട് പറയാ, രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാത യഥാസുഖം. കാട്ടിലെത്തിയ രാമനെ ദശരഥനെ പോലെ പിതാവിനെ പോലെ കാണണം, അമ്മയായിട്ട് സീതാദേവിയെ കാണണം, കാടിനെ അയോധ്യയായിട്ട് കാണണം. മകനെ സുഖമായി പോയി വരൂ. ലക്ഷ്മണൻ കണ്ടോ? സീതാദേവി അമ്മയായിട്ട് കണ്ടോ? തെളിവുണ്ട്. സീതയെ രാവണൻ മോട്ടിച്ചു കൊണ്ടുപോകുമ്പോ എങ്ങോട്ടാ കൊണ്ടുപോയി എന്ന് എന്തെങ്കിലും ഒരു അടയാളം വേണ്ടേ? സീത തന്റെ കയ്യിലുള്ള ആഭരണങ്ങൾ ഒരു ഉത്തരീയത്തിൽ ചുരുട്ടിയിട്ട് ഒരു പർവ്വതത്തിന്റെ മുകളിലെ കുരങ്ങന്മാരെ കണ്ടപ്പോൾ അവരുടെ ഇടയിൽ ഇട്ടുകൊടുത്തു. ഋഷ്യമുഖാചലത്തിൽ വാലികേറ മലയിൽ ഒളിച്ചു താമസിക്കുന്ന സുഗ്രീവനും അവരുടെ സഹായിയായ ഹനുമാനും ജാമ്പവാനുമായിരുന്നു. സീതയുടെ ആഭരണങ്ങൾ കൊട്ടാരത്തിന് കൊണ്ടുപോയി ആഭരണങ്ങളൊന്നും അല്ല കേട്ടോ. 10,000 വർഷം തപസ്സു ചെയ്ത അനസൂയ, അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയാദേവിക്ക് ദൈവം കൊടുത്ത അംഗരാഗങ്ങൾ, മാലകൾ, ആടകൾ, പണ്ടങ്ങൾ പൂർണ്ണമായി സീതയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് അവൾ ഇട്ടത്. സീതാന്വേഷണത്തിനിടയെ രാമലക്ഷ്മണന്മാർ ഈ ഋഷ്യമുഖാചലത്തിലെത്തിയപ്പോ സുഗ്രീവനും ജാമ്പവാനും ഹനുമാനും ഈ ആഭരണക്കിഴി മുന്നിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ദേവിയുടേതാണെങ്കിൽ ഇങ്ങോട്ടാണ് കൊണ്ടുപോയി. തന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ കണ്ടപ്പോ സീതനെ കാണാതെ കരഞ്ഞു നടക്കുന്ന രാമന് ആഭരണങ്ങൾ കണ്ടപ്പോ
നമ്മൾ ആരെങ്കിലും പ്രിയപ്പെട്ട ആളെ കാണാതെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവരെ ഒരു വാച്ച് കിട്ടിയാൽ എന്താകുന്ന അടുപ്പുണ്ടാവില്ലേ? രാമൻ പൊട്ടി കരയുന്നു. അവർ നമ്മളോട് ചോദിക്കുക, നിങ്ങളും എന്റെ സീതയെ ഉപേക്ഷിച്ചോ? രാമന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. കമ്മലെടുത്തിട്ട് ലക്ഷ്മണനോട് ചോദിച്ചു, ഇത് നിന്റെ ജ്യേഷ്ഠത്തിന്റെ കമ്മലല്ലേ ലക്ഷ്മണ? ലക്ഷ്മണൻ പറഞ്ഞു, എനിക്കറിയില്ല ലക്ഷ്മണ. രാമൻ ഞെട്ടി. ഈ മാലയോ എനിക്കറിയില്ല, വളകളോ മോതിരമോ ഒന്നും അറിയില്ല. രാമൻ ആകെ നിരാശനായി. അവസാനം പാദസരങ്ങൾ കൊലുസ് കാണിച്ചപ്പോ ലക്ഷ്മണൻ പറഞ്ഞു, ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെ. ആ മാതൃപാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് നമസ്കരിക്കുമ്പോൾ ഞാൻ ആ പാദസരങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെ. ജ്യേഷ്ഠപത്നിയുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ ഒരു തവണ പോലും നോക്കാത്ത പുണ്യശ്ലോകനാണ് ആ ലക്ഷ്മണൻ. മനസ്സിലായോ? അതാണ് അനുജന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയോട് അനുജന്റെ ബന്ധം. അനുജന്റെ ഭാര്യയോട് ജ്യേഷ്ഠന്റെ ബന്ധം എന്താ? നിങ്ങൾ അധ്യാത്മരാമായണത്തിൽ കാണാത്തൊരു ഭാഗമുണ്ട്. ആ ഭാഗം ഞാനിവിടെ പറയാം. രാവണവധം കഴിഞ്ഞ് ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയ രാമൻ പരിവാരങ്ങളുമെല്ലാം ക്ഷീണത്താൽ അർദ്ധരാത്രി സുഖസുഷുപ്തിയിൽ ഉറങ്ങുമ്പോൾ രാമൻ ഉണർന്നിട്ട് ലക്ഷ്മണന്റെ ഭാര്യ ഉർമിളയോടുന്ന അന്തഃപുരത്തിലേക്ക് ഒരു യാത്രയിൽ അവിടെ പോയിട്ട് ആ ഉർമിളയുടെ പാദങ്ങൾ സ്പർശിച്ചിട്ട് ആ കണ്ണിൽ നിന്ന് വെള്ളം വീഴുന്നു ഉർമിളയുടെ പാദങ്ങളിൽ. ഉർമിള ഞെട്ടി ഉണർന്നിട്ട് രാമൻ തന്റെ പാദങ്ങൾ സ്പർശിച്ച് കരയുന്നു. ജ്യേഷ്ഠ, എന്താ സംഭവം? അപ്പൊ രാമൻ പറയാ, പ്രിയപ്പെട്ട അനുജത്തി, എന്റെ കൂടെ എന്റെ ഭാര്യ സീതയുണ്ട്, സീതയുടെ കൂടെ ഞാനുണ്ട്. 14 സംവത്സരം നിന്റെ ഭർത്താവ് കാട്ടിൽ പോയിട്ട്, ഭർത്താവ് ഗൾഫ് പോയിട്ട് 3-ാമത്തെ ദിവസം വീഡിയോ കോൾ ചെയ്തിട്ടില്ലേ നാട്ടിലുള്ള പെണ്ണുങ്ങളെ കുഴപ്പമായിരിക്കും. ഇതവിടെ പോയിട്ട് 14 കൊല്ലം ഭർത്താവ് ഉണ്ടോ എന്നറിയില്ല, ഉറങ്ങിയോ എന്നറിയില്ല, കാട്ടുതീയിൽപ്പെട്ട് നൊന്തുപോയോ എന്നറിയില്ല, രാക്ഷസന്മാർ പിടിച്ച് വിഴുങ്ങിയോ എന്നറിയില്ല, മൃഗങ്ങൾ ഭക്ഷണമാക്കിയോ എന്നറിയില്ല. ഒന്നും അറിയാതെ തന്റെ ഭർത്താവിനെ സ്മരിച്ചുകൊണ്ട് ഭർത്തമാതാക്കളെ ശുശ്രൂഷിച്ചുകൊണ്ട് 14 വർഷം നീ അനുഭവിച്ച ത്യാഗമില്ലേ മോളെ? ആ മഹാത്യാഗത്തിന്റെ പുണ്യമാണ് ഈ രാമന്റെ വിജയമെന്ന് പറയുന്ന കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ? അനുജന്റെ ഭാര്യയോടൊരു ജ്യേഷ്ഠന്റെ ഒരു ഭക്തി നോക്കൂ, വാത്സല്യം നോക്കൂ. ഇതൊക്കെ ആ രാമായണം വായിച്ച മനസ്സിലാക്കേണ്ടത് കേട്ടോ. ആ ധാർമ്മികത കുടുംബ ബന്ധങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രബന്ധങ്ങളിലും ആ ധാർമ്മികത കാണാം. അതാണ് രാമന്റെ കഥ. അടുത്ത അവതാരം ബലരാമനാണ് അല്ലേ? ബലരാമൻ ആരാണ്? ബലരാമൻ ഹലായുധനാണ്. വേദാന്തം പ്രസംഗിച്ച പോരാ, ഓടമ്പ കൃഷി ചെയ്യണം. കാളിന്തി നദിയിൽ അണകെട്ടിയിട്ട് തന്റെ ആയുധം കലപ്പയാണല്ലോ, ഹലം കലപ്പ കൊണ്ട് കനാല് കയറിയിട്ട് അമ്പാടിയിൽ വെള്ളമിറക്കി കൃഷി ചെയ്ത ഇറിഗേഷനും അഗ്രികൾച്ചർ മിനിസ്റ്ററാണ് ആര്? ബലരാമൻ. തിന്നണ്ടേ, ഭക്ഷണം വേണ്ടേ മനുഷ്യന്? പണ്ട് ദൈവത്തെ തപസ് ചെയ്ത് ആട്ടിടേന്റെ കഥ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരു പാട്ടിലൂടെ ചെമ്പക പൂങ്കാവനത്തിലെ പൂമര ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി. തങ്ക സ്വപ്ന ശതങ്ങളാം തന്ത്രികൾ കെട്ടി, അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പൂരട്ടി. ആ തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ രാഗങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. എന്നാണെങ്കിൽ മൊബൈൽ ഫോൺ വീണക്ക് പകരം രാവും പകലും വീണയിൽ മീട്ടതല്ലേ? ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നുപോയി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരു
പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. വിശന്നപ്പോ പാട്ട് നിർത്തി. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മണ്ണിതിൻ്റെ മകനായിട്ടവനിറങ്ങി. മണ്ണിന്റെ മകനായിട്ടിറങ്ങി. ആ മണ്ണിലേക്ക് ഇറങ്ങണം. വേദാന്തം പ്രസംഗിച്ചാൽ പോരാ, ഗോതമ്പ് കൃഷി ചെയ്യണം, പണിയെടുക്കണം. കുട്ടികൾ വിചാരിപ്പോ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ www.com MD എന്ന് അടിച്ചാൽ മസാല ദോശ കിട്ടുമെന്നാണ്. പണിയെടുക്കണം. അതാണ് ബലരാമന്റെ കഥ നമ്മളോട് പറയുന്നത്. അടുത്തതാണ് കൃഷ്ണാവതാരം. കൃഷ്ണാവതാരം വന്നത് കംസനെയും ശിശുപാലനെയും മൂലാസുരനെയും കൊല്ലാൻ മാത്രമാണോ? അല്ല. ഈ കംസൻ അത്ര ദുഷ്ടനായിരുന്നു. കംസൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മുമ്പേ ഒരു കംസനെ പറ്റി ഒന്നും കേട്ടു. കൃഷ്ണൻ ജയിക്കുന്ന ആ സമയത്തല്ലേ കംസൻ ദുഷ്ടനായി. അതിനു മുമ്പ് കംസന പറ്റിച്ച മുഴുവൻ ആകാശവാണിക്കാർ. ഈ ആകാശവാണിയെ കൊണ്ടുണ്ടായ ഒരേ ഒരു ഉപദ്രവത, കംസന്റെ അച്ഛന്റെ മോളല്ല ദേവകി, അച്ഛന്റെ സഹോദരന്റെ മോളാ അല്ലേ. എന്നിട്ട് സ്വന്തം മകളെ പോലെ വിവാഹം നടത്തി സ്വന്തം കാറിൽ തന്നെ അല്ല രഥത്തിൽ തന്നെ കംസൻ തന്നെ ഓടിച്ച് അല്ലേ കൊണ്ടുപോകുമ്പോഴാണ് ആകാശത്തിന് ഒരു വാണി ആ ശരീരം ഉണ്ടായത്. എന്ത് പേടിയല്ല, കംസ ദേവകീന്റെ 8ാമത്തെ പുത്രൻ നിന്നെ കൊണ്ടുപോകും. അതില്ലെങ്കിൽ കംസൻ ഇവരെ എന്ന് ഉപദ്രവിക്കുകയും അത് പറയണ്ട. അതിന്റെയൊക്കെ ആവശ്യമുള്ള പൊന്നിന്റെ കൊന്നൊക്കെ അത് പറഞ്ഞിട്ടാ പറ്റിയത്. ആഹാ, എന്നാ പിന്നൊന്ന് കാണല്ലോ. അവരെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു അല്ലേ. കൃഷ്ണൻ വന്നത് കംസനെ കൊല്ലാനും ശിശുപാലനെ കൊല്ലാനും. കൃഷ്ണൻ ഒരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം മാനവിക ബോധത്തിന്റെ അടിത്തറയായിരിക്കുന്ന ആർദ്രതയുടെയും സൗന്ദര്യബോധത്തിന്റെയും കലാബോധത്തിന്റെയും പ്രതീകമാണ് കൃഷ്ണന്റെ കഥകൾ. നിങ്ങൾ നോക്കൂ. അതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണ വിഗ്രഹമല്ലല്ലോ, കലയോടെ വാഗച്ചാത്തിൽ ഇന്നലെ കണ്ട കൃഷ്ണനല്ലേ ഇന്ന് കാണുക. കളവും ചന്ദനവും ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ കൃഷ്ണൻ, വനമാല ചാർത്തുന്ന കൃഷ്ണൻ, പുഷ്പങ്ങളോട് ഇഷ്ടമുള്ള ഒരു ദൈവം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടിയത്. ഈ ആർദ്രത വന്നതിന് ശേഷം അതിനു മുമ്പ് പുഷ്പങ്ങളോട് അടുപ്പില്ല. പുഷ്പങ്ങളോട് അടുപ്പം. ചമ്പക കങ്കേരി ഗന്ധാദി പുഷ്പങ്ങളെമ്പാടി നിമ്മിയ വന്യഭൂമിൽ അമ്പാടി തന്നിലെ ചങ്ങാതിമാരൊന്നിച്ചൻപാളും ഗോവിന്ദൻ എന്ന പോലെ. ഗോവിന്ദൻ പുഷ്പങ്ങളെ ഇഷ്ടപ്പെട്ടവൻ അല്ലേ. നമ്മുടെ കുട്ടികൾക്ക് പുഷ്പങ്ങളെ ഇഷ്ടപ്പെടും. അതിനെന്ത് വേണമെന്നുണ്ട്? ഈ ഭാഗവത സപ്താഹം കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾ രാവിലെ എഴുതിയിട്ടിട്ട് ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയിലേക്ക് എടുക്കാം. രാവിലെ എനിക്ക് അമ്മമാരുടെ പണി എന്താ? ഇസ്രായേലിലെ പട്ടാളക്കാർ രാവിലെ ഒട്ടുകഴിഞ്ഞാൽ 3 മിസൈലിൽ തീ കൊടുത്ത് ശീലായിട്ട് മിസൈൽ ഇടുക. നമ്മൾ അമ്മമാര് രാവിലെ എണീറ്റ് 3 തീ കൊടുക്കല. ടിക്ക് 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 ഗ്യാസിന്റെ അടിയിൽ 3 വെടിവെക്കില്ല. അടുപ്പത്തൊക്കെ നിങ്ങൾ രാവിലെ വാതിൽ തുറക്കും, അവിടെ വിരിഞ്ഞ പുഷ്പങ്ങളെ കാണും. എല്ലാ വീട്ടിലും ഇപ്പോൾ ഇഷ്ടം പോലെ ചെടിയും പുഷ്പമുണ്ട്. ചുറ്റുവട്ടം മതിൽ കെട്ടിയിട്ട് നാട്ടുകാർ കാണുന്നില്ല. എന്നാൽ ഈ വീട്ടുകാർ വാതിൽ തുറക്കില്ല. അതിനെ ചെടി ഈ ചെടി കാണാൻ വാതിൽ തുറക്കണ്ടേ? രാവിലെ വാതിൽ തുറക്കൂ. കൊച്ചിയില് 2-3 കൊല്ലം മുമ്പ് ഒരു ബിനാലെ നടത്തി കേട്ടിട്ടുണ്ട്. കൊച്ചി ബിനാലെ 300 കോടി രൂപയുടെ ആർട്ട് ഇൻസ്റ്റലേഷൻ. എന്നാൽ 3000 കോടി ചെലവഴിച്ചാൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഇൻസ്റ്റലേഷൻ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ പണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെ വീട്ടിന്റെ മുന്നിലും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരറിയാമോ? ആ പേര് നമ്മളൊക്കെ ബോധ്യപ്പെടുത്തി സുന്ദരമായി നമുക്ക് പറഞ്ഞു തന്ന മനുഷ്യൻ കഴിഞ്ഞ വർഷം പാലിയത്ത് വളപ്പിൽ അന്ത്യവിശ്രമം പോയി. സുപ്രഭാതം 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 സുപ്രഭാതം. പ്രഭാതത്തെ കാണണ്ടേ? പ്രഭാതത്തിൽ മക്കളെ വിളിച്ചുണർത്തുമ്പോഴാണ് അവനെ മാനവികതയിലേക്ക് ഉണർത്തുന്നത്.
അഭിഷേകം മുടങ്ങിയ വിവരം അറിഞ്ഞിട്ട് ലക്ഷ്മണൻ കൈകേയി ഞാൻ കൊല്ലും, ദശരഥനെയും ഞാൻ കൊല്ലും, അയോധ്യ ചുട്ടുചാമ്പലാക്കുമെന്ന് പറഞ്ഞ് കത്തിജ്വലിച്ച് വില്ലും കുഴിയെ കുലച്ചിട്ട് നിൽക്കുന്ന ലക്ഷ്മണന്റെ അടുത്ത് പോയിട്ട് ശാന്തരാക്കാൻ രാമന് കഴിഞ്ഞത് എങ്ങനെയാണ്? രാമന്റെ അഭിഷേകല്ലേ മുടങ്ങി, പക്ഷെ രാമൻ ദേഷ്യമില്ല. കാരണം രാമനെ രാവിലെ വിളിച്ചുണർത്തിയ വിശ്വാമിത്രന്റെ ശബ്ദം എന്താ? പോയി രാമ, കൈകേയി പറ്റിച്ചു രാമ നല്ലല്ലോ. നിങ്ങളുടെ മക്കളെ വിളിക്കുമ്പോ പരീക്ഷയല്ലേ, വിളിച്ചുണർത്തിയ ശബ്ദം MS സുബ്ബലക്ഷ്മിയുടെ നാദത്തിൽ നിങ്ങളെല്ലാം കേട്ടതാ. കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ. എന്താ ഈ കൗസല്യ സുപ്രജ? കൗസല്യയുടെ സുഷ്ടുവായി പ്രകർഷേണ ജയിക്കുന്ന രാമ. കൗസല്യയുടെ വെറും മകനല്ല, സുഷ്ടു എന്ന് പറഞ്ഞാൽ സു എന്ന് പറഞ്ഞാൽ നല്ലത് കേട്ടോ. സു എന്ന് പറഞ്ഞാൽ നല്ലത്. അതിന്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞാന്ന് വിചാരിക്കരുത്. സു എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പ്രകർഷേണ ജയിക്കുക. നമ്മുടെ കുട്ടികൾ A+ അതാണ്. പ്രകർഷേണ വീണ്ടും 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 വിജയത്തിലേക്ക് പോവുക, അതാണ്. അങ്ങനെ ജയിക്കുന്ന രാമ പൂർവസന്ധ്യ പ്രഭാതസന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഉത്തിഷ്ഠ നരകാർദൂല, എഴുന്നേൽക്കൂ, ത്രൈലോക്യം മംഗളം കുരു, ഈ 3 ലോകത്തെ മംഗളത്തിലേക്ക് നയിക്കൂ. ഈ വിളി കേട്ടപ്പോ രാമന് ദേഷ്യം കൊണ്ടില്ല അല്ലേ? നിങ്ങൾ മക്കളെ എങ്ങനെ വിളിക്കരുത്? സ്കൂൾ ബസ് വരേണ്ട സമയമായി, അടുത്തൊന്നും ആയിട്ടില്ല. ഊരിനെ തെളിക്കും പോലെ കാളനെ തെളിക്കും പോലെ തെളിക്കുന്ന ഭീകരതയാണ്. ഒരിക്കലും വിളിക്കരുത്. അവർ മെല്ലെ മെല്ലെ മുനെ മുളെ എന്ന് വിളിച്ചിട്ട് മെല്ലെ അവരെയും കയ്യും പിടിച്ചിട്ട് വരാന്തയിലേക്ക് ഇറങ്ങും. മുറ്റത്ത് വിരിഞ്ഞ പൂക്കളെ കാണൂ. പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളോട് വർത്തമാനം പറയൂ. പൂവിനോടും പൂമ്പാറ്റയോടും വർത്തമാനം പറയുന്നത് വട്ട. ഇങ്ങനെയാണ് കുമാരനാശന് വട്ടല്ലേ? ആ പുഷ്പമേ അധിക തുങ്കപതത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കേ എന്ന് പറഞ്ഞ വട്ട. കുട്ടികൾക്ക് ആർദ്രത വേണമെങ്കിൽ പൂക്കളോട് സംസാരിക്കണം. പൂവിന്റെ മാധവത്വം, പൂവിന്റെ കാൽപ്പനികത, പൂവിന്റെ സുഗന്ധം, പൂവിന്റെ മാധുര്യം, ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിന് വേണ്ടേ? മനുഷ്യന്റെ ആർദ്രത ഉണ്ടാക്കലാണ് കുട്ടികൾ. ആ പ്രഭാതത്തെ കാണും. പ്രഭാതമായി പൊന്നൊളി തൂകിയാലും പ്രഭാതത്തിൽ ഉൾക്കൊടുത്തുമ്പിന്റെ മൂതാവിലെ ഒരു മഞ്ഞു തുള്ളിയിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കുക. ദൈവത്തെ കാണാൻ കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തെ കാണാൻ പഠിപ്പിക്കും. വലിയ മഹാക്ഷേത്രങ്ങളിൽ കൊണ്ടാണ്. ആ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ അത് ചുവന്നു വരുന്നത് കണ്ടിട്ട് അത്ഭുതം കാണിക്കൂ. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു. പകലിൻ മാറിൽ ദിനകര കരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു. ഒരു പാട്ട് പാടും, ഒരു കവിത ചൊല്ലും. അവരുടെ ഹൃദയം മാത്രമാക്കും, മനസ്സ് സൃഷ്ടിക്കാൻ. അതാണ് കേട്ടോ. അതുകൊണ്ട് നാളെ മുതൽ കുട്ടികളെയും കൂട്ടിയിട്ട് മുറ്റത്തിറങ്ങി ഒരു 1/4 മണിക്കൂർ അവരോടൊക്കെ ഒന്നും ചുറ്റി നടന്ന് സംസാരിച്ചിട്ട് മതി പോക്കെടുത്ത് വെടിവെക്കൽ. മനസ്സിലായോ? പ്രഭാതത്തെ കാണും, പുഷ്പങ്ങളെ കാണും. കർണൻ പുഷ്പങ്ങളെ ഇഷ്ടപ്പെട്ടു. 2 കണ്ണൻ ജോലി ചെയ്തു, പശുവിനെ വെച്ചു. ബാക്കിയെല്ലാ ദൈവങ്ങളും ചമ്രം പടിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുന്നു. ഇയാൾ മരണം വരെ പശുവിനെ വെച്ച് ജീവിച്ചാണല്ലേ. അവസാനം കാട്ടിലായിരുന്നു. കനവേടന്റെ അമ്പ് കൊണ്ട് കൊള്ളുമ്പോ കാട്ടിലായിരുന്നു. ഗോക്കളെ രക്ഷിച്ചവരാണ്. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും നടന്നത്. ആ കൃഷ്ണന്റെ മറ്റൊരു പ്രത്യേകത അറിയാം. ആ കൃഷ്ണൻ പ്രകൃതി എത്രമാത്രം ഇഷ്ടപ്പെട്ടു. പ്രകൃതി എത്രമാത്രം ഇഷ്ടപ്പെട്ടു. പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ബന്ധം. പുഴയെ ഇഷ്ടപ്പെട്ടില്ലേ? ആ പുഴയെ ഇഷ്ടപ്പെടാനുള്ള കാരണക്കാരി ആരാന്നറിയാം? കൃഷ്ണനാണ്. സംഗീതത്തെ ലോകത്തിൽ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്ത മുരളീകൃഷ്ണൻ. മുരളിക എന്ന് പറഞ്ഞാൽ ഓടക്കുഴലിൽ സംഗീതം ഉണ്ടാക്കിയില്ലേ? ആ സംഗീതം യമുനയുടെ തീരത്ത് നിന്നിട്ട് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങോ പാടുന്നേരം വൃന്ദാവനം തന്നിലുള്ളൊരു ജീവികൾ
ആനന്ദം. പെട്ടെന്ന് പാട്ട് നിർത്തി കളഞ്ഞു. അപ്പോ അമ്മ ചോദിച്ചു, എന്താ കണ്ണൻ നിർത്തിയ പാട്ട്? അപ്പൊ കണ്ണൻ ഒരു ചോദ്യം ചോദിച്ചു, അമ്മേ, യമുനയുടെ ഓളങ്ങളിൽ ഇങ്ങനെ കരയിലേക്ക് വരുന്നത് ഒന്നും തിരിച്ചു പോകാത്തതല്ലേ? നിങ്ങളോടാണ് ഈ ചോദ്യം ചോദിച്ചത്, നിങ്ങൾ എന്തായിരിക്കും എനിക്ക് വേറെ പഠിക്കാൻ? ഓളങ്ങൾ തിരിച്ചു പോകുന്നില്ല, എന്തെങ്കിലും ചോദിക്കുന്നു. അവിടെ നമ്മുടെ മക്കളുടെ ആർദ്രതയുടെ തൊഴിൽ പടർത്തി. എന്നാ കണ്ണനോട് ആ അമ്മ എന്താ പറഞ്ഞെന്നറിയും? അത് നിന്റെ ഓടക്കുഴലെങ്കിലും കേട്ടിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ലട കണ്ണാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരും നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സു വരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പറഞ്ഞു കൊടുത്തു. ആ പുഴയെ ഇഷ്ടപ്പെട്ടില്ലേ കണ്ണൻ? പുഴയെ ഇഷ്ടപ്പെട്ടപ്പോ യമുനയിൽ വന്നു ചേരുന്ന കാളിന്തിയെയും ഇഷ്ടപ്പെട്ടില്ലേ? യമുനയും കാളിന്തിയും കണ്ണന്റെ സഖിയായില്ലേ? ആ കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിയനെതിരായി സമരം ചെയ്തില്ലേ? ആ കാളിയെ ആട്ടി ഓടിച്ചില്ലേ? അങ്ങനെ കാളിയ മർദ്ദകനായപ്പോഴല്ലേ കണ്ണൻ ഏറ്റവും വലിയ യശസ് ലഭിച്ചത്. ആ യശസ് കൊടുത്തത് ആരാ? വരം കൊടുത്തവളെ വരദാന്നല്ലേ പറയാ. യശസ് കൊടുത്തവളെ എന്ന് പറയും യശോദ. കണ്ണന്റെ അമ്മേന്റെ പേര് മനസ്സിലായോ? യശോദ. മകന് യശസ് കൊടുക്കുന്നവരാണ് അമ്മമാർ, അച്ഛന്മാർ യശോധരന്മാരാണ്. അല്ലാതെ മക്കളെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെയുണ്ട്, പഠിക്കുവോ? എന്ത് പഠിക്കും? എപ്പോഴും മൊബൈൽ കളിയാണ്, എപ്പോഴും ഗെയിം കളിയാണ് എന്ന് പറഞ്ഞിട്ട് മക്കളുടെ കുറ്റവും കുറവും മറ്റുള്ളവരോട് പറയുന്ന പൂതനമാരാകരുത്. ഈ ഭാഗത്ത് സന്താനം കഴിയുമ്പോഴേക്ക് മനസ്സിലായി. വിഷം പുരട്ടി കൊടുക്കരുത്. അവരുടെ നല്ല കാര്യങ്ങൾ പറയാം, അവരെ വിമർശിക്കാം, മുഖത്ത് നോക്കി, തെറ്റുണ്ട മുഖത്ത് നോക്കി പറയരുത്. അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ മക്കളെ അപമാനിക്കരുത്. നിങ്ങൾക്ക് അവകാശമില്ലത്. ആ പുഴയെ സ്നേഹിച്ചു കണ്ണൻ, മഴയെ സ്നേഹിച്ചു കണ്ണൻ. പാട്ടുപാടുക മാത്രമല്ല, താളമുണ്ടാക്കി കണ്ണൻ. രസങ്ങളെ കൊണ്ട് അഭിനയിച്ചു കണ്ണൻ. രസങ്ങളെന്താ? സദ്യന്റെ കൂടെ കിട്ടുന്ന രസമല്ല രസം. കരുണം, വീര്യം, ശൃംഗാരം, വിമത്സം, അത്ഭുതം, വാസശാന്തം, ശൃംഗാരം എന്ന് 9 രസമുണ്ട്. അതിൽ രസരാജനായ ശൃംഗാരത്തിന് 16,000 ഭാവങ്ങളുണ്ട്. അപ്പൊ 9-ൽ ശൃംഗാരത്തിന് 16,000, ബാക്കി എത്രയുടെ രസം? 8. മൊത്തത്തിൽ എത്രയായി? 16,008 രസങ്ങളുടെ ഭർത്താവാണ് കണ്ണൻ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഡിഗ്രി എടുത്താൽ പിടികിട്ടിയോ? മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭർത്താവ്. മാസ്റ്റർ ആവാത്തവൻ ബാച്ചിലർ അല്ലേ? BSc എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ആർട്സ് അല്ലേ? അവിവാഹിതനാ. അപ്പൊ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭർത്താവല്ലേ? കണ്ണൻ 16,008 രസങ്ങളുടെ ഭർത്താവാന്ന് പറഞ്ഞപ്പോ കുറെ കുട്ടികൾ വിചാരിച്ചു കണ്ണന് 16,008 ഭാര്യയുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച ഭാര്യന്റെ വോട്ടോട് വിചാരിച്ചു. അല്ല, 16,008 രസങ്ങൾ അവതരിപ്പിക്കുവാനുള്ള യോഗ്യത നേടി ആ രസങ്ങളോടൊത്ത് ആടിയ മഹാ രസങ്ങളുടെ ലീലയാണ് രാസലീല. പിടികിട്ടിയോ? ആ രാസലീല, നൃത്തം, സംഗീതം, അഭിനയം, ഇതൊക്കെ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ആരാ? കണ്ണനാണ്. കണ്ണനാണ്. പ്രകൃതിയെ സ്നേഹിക്കുക മാത്രമല്ല, പ്രകൃതിയുടെ ശാസ്ത്രീയമായ ആദ്യം വിശകലനം ചെയ്ത കണ്ണൻ. അറിയാമോ? കാരണം മഴ പെയ്യുന്നതിന്റെ കാരണക്കാരൻ ദേവേന്ദ്രനാണ് അതുവരെ ധാരണ. ഗോപന്മാര് ദേവേന്ദ്രനെ പൂജിക്കാൻ വേണ്ടിയിട്ട് പാലും മണ്ണിയും നെയ്യും എടുത്ത് പോകുമ്പോ കണ്ണൻ പറഞ്ഞു, എന്ത് വിഡിത്തങ്ങളും ചെയ്യുന്നത്. ദേവേന്ദ്രനൊന്നുമല്ല, ദേവേന്ദ്രന്റെ സേനകളാണല്ലോ ഖനാഖനം. മേഘം കേട്ടിട്ടില്ലേ? ഋഷ്യശൃംഗൻ പ്രാർത്ഥിച്ചത് അല്ലേ? ദും 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 ദുബിനാദം നാദം നാദം എന്ന പാട്ടിൽ പറയുന്നുണ്ട്. ഇന്ദ്രധനുസ്സേന്തി വരുന്ന ഘനാഘന സേനകളെ വന്നാലും ഇതിലേ 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 ദേവദുന്ദുഭീതൻ വർഷമംഗളഘോഷം ദും 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 ദുബിനാദം നാദം നാദം. കൃഷ്ണൻ പറഞ്ഞു, ദേവേന്ദ്രനൊന്നും ഇതിലൊരു പങ്കുമില്ല. കേരളത്തിൽ മഴ പെയ്യുന്നതിന്റെ കാരണം പശ്ചിമഘട്ടമാണെന്ന് മാതൃകാട്ടിൽ പറഞ്ഞില്ലേ? അത് തന്നെയാണ് അമ്പാടിയിൽ മഴ പെയ്യുന്നതിന്റെ കാരണം ഗോവർദ്ധന പർവ്വതമാണ്. അതുകൊണ്ട് പർവ്വതത്തെ പൂജിക്കുക.
പർവ്വതത്തെ പൂജിക്കാൻ ആദ്യം പറഞ്ഞത് കണ്ണനാ. ഇന്നാ അതിന്റെ പ്രസക്തി. പർവ്വതങ്ങൾ ഇല്ലാതാകുന്നതാണ് നമ്മുടെ ആഗോളതാപനം വളരുന്നത്. പർവ്വതങ്ങളാണ് നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തലല്ല അത്. മനസ്സിലായോ? JCBന്റെ പൂർവ്വം അറിയണം. എന്താ JCB ചോദിച്ചത്? ഇതുവരെ ഞാനൊരു സ്ഥലത്ത് ചോദിച്ചപ്പോ ഒരു കുട്ടി പറഞ്ഞു ജോറായിട്ട് കോരലും പാലും. ജോസഫ് സിറിൽ ബൊഫേർഡ് എന്ന് പറയുന്ന ഒരാളെ കമ്പനിയാണ് കേട്ടോ. ജോസഫ് സിറിൽ ബൊഫേർഡ് അതാ JCB കേട്ടോ. ഇന്റർവ്യൂ നല്ല ഇങ്ങനത്തെ ചോദ്യം ചോദിക്കോ. ആ പർവ്വതങ്ങളെ നിലനിർത്തണമെന്ന് പറഞ്ഞ മാധവ് ഗാഡ്ഗിലാണ് കണ്ണൻ. മനസ്സിലായോ? അതാണ് നോക്കൂ എന്തെല്ലാണ് കണ്ണന്റെ അവതാരം. എന്തെല്ലാം സർഗാത്മകത ഉണ്ടാക്കിയില്ലേ, ശാസ്ത്രീയ ബോധം ഉണ്ടാക്കില്ലേ, പരിസ്ഥിതി ബോധം ഉണ്ടാക്കില്ലേ, ശുചിത്വ ബോധം ഉണ്ടാക്കിയില്ലേ, നൃത്തമുണ്ടായില്ലേ, നാട്യമുണ്ടായില്ലേ, കലയുണ്ടായില്ലേ. പിന്നെ ആകെയുള്ള ഒരു ആക്ഷേപം പെണ്ണുങ്ങൾ കുടിക്കുമ്പോ സാരി എടുത്ത് പോകുന്ന കേറ്റി വെച്ചു അല്ലേ. ഈ കഥ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കഥയാണ്. യഥാർത്ഥത്തിൽ ഈ കണ്ണൻ ചെയ്ത പണി എന്താണ്? കരക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ അയച്ചു വെച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങാവോ പണിഞ്ഞത്? അതിനൊരു പാട് പഠിച്ചു. കരക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ അയച്ചു വെച്ച് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല അല്ലേ. അതാണ് അതാണ് അത്രേ ഉള്ളുവായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് കൃഷ്ണാവതാരം എന്ന് പറയുന്നത് ഭക്തിയുടെ മാത്രമല്ല സർഗാത്മകതയുടെ. അടുത്തത് കൃഷ്ണൻ മറ്റൊരു ദൗത്യം ദാർശനിക ബോധം. ദാർശനിക ബോധം ഭഗവാൻ ഉപദേശിച്ചില്ലേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവത്ഗീത ഒരു നല്ല ഫിലോസഫി അല്ലേ? മനുഷ്യന് സർഗാത്മകതയും വേണം, തത്വശാസ്ത്ര ബോധവും വേണം, ദർശനം വേണം. ശബരിമല പോകുന്നതിനാ? ഉച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകു സത്യമാ 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനെ. മലക്ക് പോയാൽ ധർമ്മശാസ്താവിനെ കണ്ടുകൊണ്ട് കാണാൻ കഴിയണമെന്നല്ല, ആ ധർമ്മശാസ്താവിനും മേലെ അതുക്കും മേലെ ഒരു ദർശനമുണ്ട്. ചാന്ദാഗ്യോപനിഷത്തിൽ ഉദ്ദാലക ശ്വേതകേതു സംവാദത്തിൽ ഉയർന്നു വന്ന ഒരു ദർശനമുണ്ട് അവിടെ. തത്വമസി. ആ ദർശനം അറിയണം, അത് നീ തന്നെയാണ്. നിന്റെ ഉള്ളിലും ആ ദൈവമുണ്ട്. തത്വമസി. ആ ദാർശനിക ബോധമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ആ ദാർശനിക ബോധം കൊടുത്തത് കൃഷ്ണനാണ്. ഭഗവത്ഗീത. അപ്പൊ എന്തൊക്കെയാണ് ഇതിനൊന്നും? ഈ അവസ്ഥകളെല്ലാം ചേർന്നുകൊണ്ടാണ് മനുഷ്യൻ മനസ്സുണ്ടാകുന്നത്. ആ മനസ്സ് ഉണ്ടാവണം. ബുദ്ധിയും ശരീരവും മാത്രം വളർന്നാൽ പോരാ, മനസ്സ് രൂപപ്പെടാൻ നമ്മുടെ കഥകൾ പറയണം. ഭാഗവത സപ്താഹവും കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗവത സപ്താഹം വരെ കാത്തു നിൽക്കേണ്ടത്. അതിന്റെ ഇടയിൽ ഒരുപാട് കഥകൾ വായിക്കണം, കവിതകൾ ചൊല്ലണം, മനസ്സിൽ പ്രകാശം പരത്തണം.